നല്ല കുറെ ഇത് ആഗ്രഹിക്കുന്ന കുറെ ആളുണ്ട്. അതിന്റെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മൾ സന്തോഷ് ട്രോഫിയൊക്കെ മലപ്പുറം നടത്തിയ അതാണ്. അപ്പൊ ഇത് ഇലക്ഷനുമായി കൂട്ടിക്കൊടുക്കണ്ട, രാഷ്ട്രീയമായി കൂട്ടിക്കൊടുക്കണ്ട. കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് നമുക്ക് ഓണത്തിന് കിട്ടുന്ന ഒരു ഉത്സവമാക്കി നമുക്ക് ഇതിനെ മാറ്റാം. എനിക്കറിയാം, നമ്മള് പ്രതീക്ഷിക്കുന്നില്ല, എൽഡിഎഫ് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ തെറ്റായിട്ട് പറയാം. ഇപ്പോ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വരെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതറിയില്ല. അപ്പൊ ആ ഒരു തെറ്റായിട്ടുള്ള ഒരു വെർഷനിൽ നമ്മൾ പോകണ്ട. ഈ ഫിഫ വിൻഡോ എന്ന് പറഞ്ഞ കൊല്ലത്തിൽ 3-4 വിൻഡോകളാണ്. ചില വിൻഡോസ് നമ്മള് പേരും മഴയാവും, അവിടെ കൂടുതൽ കളിക്കാൻ പറ്റില്ല. അമിതമായി ചൂടുള്ള സമയത്ത് നമുക്ക് വരാൻ കഴിയില്ല. കേരളത്തിന്റെ ക്ലൈമറ്റ് ഇപ്പോ ഉള്ളത് ഡിസംബർ നവംബറിലാണ്. ഒരു പുറത്തുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയ സീസൺ അതാണ്. നമ്മൾ അതാണ് പ്രതീക്ഷിച്ചും അതാണ് ഇപ്പൊ നടന്നു. അതിനപ്പുറം വേറൊന്നുമില്ല. വേറൊന്നിനും കാണും. ഞാൻ കാണുന്നില്ലേ, എന്റെ കാര്യം പറയാം. നിങ്ങൾക്കാണ് ഉറപ്പുണ്ടായിരുന്നില്ല, നമുക്ക് ഉറപ്പായിരുന്നു. ഇപ്പോ ഇന്നലെ രാത്രിയാണ് ഔദ്യോഗികമായി അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അറിയിപ്പ് അവരുടെ വെബ്സൈറ്റിൽ വന്നത്. അങ്ങനെയാണ് സാധാരണയായിട്ട് ഫുട്ബോൾ ടീമുകൾ അവരുടെ വിൻഡോ അനൗൺസ് ചെയ്യുക. ഫിഫ നവംബർ വിൻഡോയിൽ വരണമെന്നായിരുന്നു നമ്മള് പറഞ്ഞത്. 2 ഓപ്ഷനായിരുന്നു നമ്മൾ കൊടുത്തത്. ഒന്ന് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ. ഇടക്കാലത്ത് അവര് അടുത്ത വർഷം എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് നമ്മളത് ഈ വർഷം തന്നെയാണ് വേണ്ടത്. കാരണം 2022 ലോകകപ്പ് വിജയിച്ച ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. അർജന്റീന എന്ന് മാത്രമല്ല, ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇന്നത് 26 ആവുമ്പോ പുതിയ ലോകകപ്പ് വരുമ്പോ ആ ഒരു വാക്ക് പാലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ടീമിലെ കളിക്കാരെ മുഴുവൻ താരങ്ങളെയും കേരളത്തിൽ എത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചു നമ്മൾ പറഞ്ഞത്. ഇപ്പോ അതിന് എഫ് മുമ്പ് അംഗീകാരം നൽകിയതാണ്. അപ്പൊ ഔദ്യോഗികമായി അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മള് കുറെ ശ്രമിച്ചതാണല്ലോ. അതോ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആലോചിച്ചു വരിക. വലിയ സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അതുമായി സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഇപ്പോ കളിസ്ഥലം അതുമായി ബന്ധപ്പെട്ട് ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ശേഷമേ എനിക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയുള്ളൂ.